ജാതിഭേദവും മതദ്വേഷവും യാതൊരു മാറ്റവും കൂടാതെ നമ്മളുടെ സാമൂഹിക ജീവിതത്തിലും നമ്മളുടെ കുടുംബജീവിതത്തിലും നമ്മളുടെ വ്യക്തി ജീവിതത്തിലും ഇന്നും തുടരുന്നു എന്നറിയാൻ പണ്ട് ഗുരുനിത്യ പറഞ്ഞത് ക്യാമറ ഒന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ അകത്തേക്ക് തിരിച്ചു വച്ചാൽ മതി എന്നാണ്. ഞാൻ ആരാണെന്നറിയാൻ എൻ്റെ ചിന്തകളിലേക്കോ എൻ്റെ ഉദാത്തമായ ആശയങ്ങളിലേക്കോ എൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലേക്കോ അല്ല നോക്കേണ്ടത്. ഞാൻ ആരാണെന്നറിയാൻ ഞാൻ ഏറ്റവും അടുത്തിടപഴകുന്നവരോട് ചോദിക്കുകയാണ് വേണ്ടത്. ഞാൻ ആരാണെന്ന് പറയേണ്ടത് എന്നോട് ഏറ്റവും അടുത്തിടപഴകുന്നവരാണ്. എൻ്റെ സ്വഭാവം എന്താണെന്ന്, ഞാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ജീവിക്കുന്നതെന്ന് അറിയാൻ ഗുരുനിത്യ പറഞ്ഞതാണ് ഒരിക്കൽ. നിങ്ങളുടെ വീടിൻ്റെ അകത്തേക്ക് ക്യാമറ പിടിപ്പിച്ചിട്ട് ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ ആ വീട്ടിലുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കുക. അതാണ് നിങ്ങൾ. ആ നിങ്ങളെ സ്വയം ചോദ്യം ചെയ്യാനും ആ നിങ്ങളോട് നിരന്തരം സമരം ചെയ്യാനും നമ്മൾ തയ്യാറാവാത്തിടത്തോളം കാലം മാനവികത എന്നും ഒരു പുകമറയായി തുടരുകയുള്ളൂ. നമ്മൾ പാല് കുറച്ച് സമയം ഒരു സ്ഥലത്ത് വെച്ചാൽ എങ്ങനെയാണോ പാലിൻ്റെ മുകളിൽ പാട കെട്ടിക്കിടക്കുന്നത്, അതുപോലെയാണ് മനുഷ്യനിലെ നന്മ എന്ന് പറയുന്നത്. അവനിലെ ആസുരീയമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ഏറ്റവും ശോചനീയമായിട്ടുള്ള ബോധാവസ്ഥയിൽ യാതൊരു അപ്ഡേഷനും നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള വ്യക്തികളോട് നമ്മൾ പെരുമാറുന്നതിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ്. ഒരുവന് നല്ലതും അന്യന് അല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരന് പരംപരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു.